ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുകയാണോ ദിലീപ് നിരപരാധിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹനല്ല എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അതെ, ഒന്നാമത്തെ പ്രശ്നം, ഞാൻ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾ വേണമെന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടില്ല. രണ്ട്, എന്താ പറയാ, മഞ്ജു വാര്യരും ദിലീപും കൂടി ജീവിച്ച ബെഡ്റൂമില് ദാമ്പത്യ വിജയമില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഈ കേരളത്തിലുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതം സുഗമമായിരുന്നില്ല, കാരണം ബെഡ്റൂമിൽ ഇയാൾ ഒരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞ പത്രപ്രവർത്തനമുണ്ട്. അങ്ങനെ എന്താ പറയാ, ശിക്ഷയൊക്കെ ഒരുപാടായില്ലേ, ഒരുപാട് വർഷങ്ങൾ കൊണ്ട്, 7 വർഷം കൊണ്ട് അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനലുകൾ എന്തെല്ലാം വിധിക്കുന്നു. എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല. ആ മൊട്ട അരുൺ എന്ന് പറഞ്ഞ 24-ലെ അല്ല മറ്റേ റിപ്പോർട്ടറിലെ മൊട്ട അരുൺ ആ കുട്ടിയുടെ ബന്ധുവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എന്റെ സിനിമയിലെ നായികയായിരുന്നു ആ കുട്ടി. അവൾ എന്റെ ഒരു നല്ല അനിയത്തി കുട്ടി എന്ന് മാത്രമല്ല, അവളുടെ അച്ഛൻ 35 വർഷത്തെ എന്റെ സുഹൃത്തായിരുന്നു. പക്ഷേ ഈ മൊട്ട അരുണിനെ പോലെയൊക്കെയുള്ള പത്രപ്രവർത്തകന്മാർ കാണിക്കുന്ന ചെറ്റതരം ഉണ്ടല്ലോ, അതായത് ഇയാളെ തൂക്കിക്കൊല്ലണം, അയാള് ബാക്കി പൾസർ അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരെല്ലാരും രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ദിലീപിനെ എങ്ങനെ തകർക്കാമെന്ന് ആലോചിക്കുന്ന ഒരു വലിയ ടീം പത്രപ്രവർത്തന രംഗത്തും സിനിമാ രംഗത്തും ഉണ്ട്. അവരുടെ നെഞ്ചിലെ ഇറങ്ങണമെങ്കിൽ ഇയാളെ തൂക്കിക്കൊല്ലണം. അതാണ് പ്രശ്നം. നാളെ എന്തെല്ലാം ഇനി പറയാൻ പോണെന്ന് നോക്കിക്കോളൂ. ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞിടാ, ഏതോ ഒരു മണ്ടൻ ഹൈക്കോടതി പോയി ഒരു പേപ്പർ എന്തോ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മറ്റന്നാൾ ഇലക്ഷനാണ്, നാളെ വിധി പ്രഖ്യാപിക്കരുത്. കാരണം അപ്പൊ അവന് തന്നെ അറിയാം മറ്റന്നാൾ ഇലക്ഷൻ ഇത് ബാധിക്കും. കാരണം നാളെ ഇയാളെ വെറുതെ വിടുമ്പോ അത് വലിയ ദോഷം ചെയ്യും പാർട്ടിക്കെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമായിരിക്കും. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് സത്യം ജയിക്കട്ടെ. ആ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി ചെയ്തവന്മാർക്ക് കൊടുക്കട്ടെ. ഇപ്പൊ 6 പേരെ അറസ്റ്റ് ചെയ്ത ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ, അങ്ങനെ വിടുവാ പറയുന്ന ആളല്ല പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി അതേ വാഗൊണ്ട് പറയേണ്ടി വന്നു, ആ ഒരു സിനിമാ നടനെ ഇങ്ങനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ ചങ്കുറ്റം കാണിച്ച ഒരാളെ ഉള്ളൂ, അത് ഞാനാണെന്ന്. ഇത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ പെട്ടുപോയതാണ് ദിലീപിന് പറ്റിയ ഏറ്റവും വലിയ ദൗർഭാഗ്യം. കാരണം എല്ലാ തെളിവുകളും ഉണ്ട് സാറേ. ഞാൻ അറസ്റ്റ് ചെയ്തോട്ടോ എന്ന് ചോദിച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ദിലീപ് വീണുപോയത്. എന്നിട്ട് കഴിഞ്ഞ 8 വർഷം തെളിവ് അന്വേഷിച്ച് നടക്കുകയാണ് ദിലീപിനെതിരെ. എല്ലാ തെളിവും ഉണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ പെണ്ണുമ്പിള്ള അവസാനം എത്ര വെള്ളം ടാങ്കറിൽ നിറയ്ക്കുന്നു എന്ന് അന്വേഷിച്ച് പെൻഷനാ വേണ്ടി വന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു DGP ആയി എന്താ പറയാ നമ്മുടെ ക്രമസമാധാന പാലനമൊക്കെ നടത്തി പെൻഷനാ വേണ്ട സ്ത്രീയായിരുന്നു. പക്ഷെ ജീവിതം യൂണിഫോം ഇട്ടുകൊണ്ട് എന്തെല്ലാം കാണിക്കാൻ പാടില്ല അതൊക്കെ കാണിച്ചിരുന്ന ഒരു സ്ത്രീയാണല്ലോ ഈ കേസ് അന്വേഷിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ വേറൊരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ ചെയ്യരുത്. സിനിമയിൽ ഒരുപാട് ശ്രീ ശാന്തിവിള ദിനേശ്, എന്തായാലും വിധി വരുന്നത് കൊണ്ട് മുൻവിധികളൊന്നും ഇതിനകത്ത് വേണമെന്നില്ല. പക്ഷെ അപ്പോഴും ഈ 8 വർഷം എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് വളരെ സധൈര്യം ഒരു അന്വേഷണത്തെ നേരിടുന്ന ഒരു ദിലീപിനെ അല്ല കേരളം കണ്ടത്. തുടരന്വേഷണം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് എത്ര ഹർജി, 90ഓളം ഹർജി നൽകിക്കൊണ്ട് ദിലീപ് കേസ് നീട്ടിക്കൊണ്ടുപോയില്ലേ? താങ്കൾ കൂടെ വിധിക്കുന്നേ. കാരണം അയാൾക്ക് പറയാനുള്ള ഒരു കാര്യം പറയണ്ട, നിങ്ങളങ്ങ് വിധിച്ചാൽ മതി. പത്രക്കാരെല്ലാം അങ്ങ് വിധിക്കുന്നേ. അയാൾ ഒരു പെണ്ണുപിടിയനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അയാള് ഈ കേസിൽ പെടുന്നതിന് മുമ്പ് വരെ ഒരു സാധാരണ തെറ്റി കേസിലെ പ്രതിയായിരുന്ന ആളല്ല അയാൾ. നിങ്ങളെന്താ അതൊക്കെ മനസ്സിലാക്കാത്തെ? അല്ല അതുകൊണ്ട് അതെന്ത് ന്യായമാണ് ശ്രീ ശാന്തിവിള ദിനേശ്? അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ്. ഇതിനു മുമ്പ് കേസ് ഉണ്ടായിരുന്നില്ല എന്ന് കരുതി പിന്നീട് ഒരിക്കൽ ചെയ്യുമ്പോൾ നിരുപാധികം വിട്ടയക്കണമെന്നാണോ? അതെന്താ അർത്ഥമാണ്? ഞാൻ നിങ്ങളുടെ ഇതാ ഇപ്പൊ പറയുന്നു. ഈ കേസിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ദിലീപിന്റെ വക്കീലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. സിനിമാസ് വിറ്റിട്ടായാലും ശരി, ഈ കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരുടെ പേരിലെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന്. കാരണം ഇതിലെ 2 സ്ത്രീകളുടെ, മലയാള സിനിമയിലുള്ള 2 പ്രഗത്ഭരായ 2 നടികളുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ മതി ഈ കേസ് തെളിയിക്കാൻ പറ്റും ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന്. കാരണം ഇവര് ദുബായിൽ എന്താണ് ഈ കേസ് തുടങ്ങിയതിന് ശേഷം ഇന്ന് തീരുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഇവർ 2 പേരും, ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ എറണാകുളത്ത് നിന്നും യാത്ര ചെയ്ത് ദുബായിൽ പോയി എന്താണ് ഇവർ ചർച്ച ചെയ്തിരുന്നതെന്ന് അന്വേഷിച്ചാൽ, CBI പോലുള്ളൊരു ഏജൻസി അന്വേഷിച്ചാൽ തത്ത പറയുമ്പോൾ ഈ കേസ് തെളിയും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങളൊക്കെ പക്ഷേ ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും തീക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ടീമുകളായതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ശരി, ശ്രീ ശാന്തിവിള ദിനേശ്, താങ്കൾ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ദിലീപിന് അനുകൂലമായിട്ടാണ് ഈ വിധി വരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം ചില വെളിപ്പെടുത്തലുകൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണോ?
ഇല്ല, ഉണ്ടാവില്ല. ഞാൻ അയാളുടെ പറഞ്ഞ 10 പേരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നാ പറഞ്ഞത്. മാനേഷ കേസ് ഞാൻ ലിസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. 10 പേരുടെ പേരിൽ മാനേഷ കേസ് ഫയലിന് ഒരു 10 കോടി വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ അടക്കം ഇന്ന് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ കള്ളക്കേസ് പെടുത്തരുത്. അത്രേ ഉള്ളൂ. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ശാന്തിവിള ദിനേശ് എന്നൊരു സംവിധായകൻ ഇത്രയും വർഷം ഈ ന്യായീകരിച്ചത് മുഴുവൻ തിരുത്തേണ്ടി വരില്ലേ, പശ്ചാത്തപിക്കേണ്ടി വരില്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ? അതുണ്ടാകും. മലന്ന് പറക്കണം. കാക്കയുടല്ല കാക്ക, അത് മലന്ന് പറക്കണം. ഈ ഈ ഈ കേസിന്റെ ഇന്ന് വരെ തെളിവന്വേഷിച്ച് നടക്കുക. എങ്ങനെ പിന്നെ അയാളെ ശിക്ഷിക്കും? ഒരു തെളിവ് വേണ്ടേ അയാളെ ശിക്ഷിക്കാൻ? അയാളുടെ പേരിലുള്ള കേസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ ഒരു കള്ള സംവിധായകനെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞില്ലേ എന്നെ കോടതിയിൽ വെച്ച് കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്ന്. ഒടുവിൽ അന്വേഷിച്ച് പറഞ്ഞ അന്ന് ആ ദിവസം പർട്ടിക്കുലർ ദിവസം കേസേ ഇല്ല കോടതി. ദിലീപും വന്നിട്ടില്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും വന്നിട്ടില്ല. അങ്ങനെ കോടതി കയറി കാക്കിയിട്ടുകൊണ്ട് കള്ളം പറഞ്ഞ ഒരു ഏജൻസിയില്ല ഇത് അന്വേഷിച്ച്. അയാള് ആ കേസ് ഇല്ലാത്ത ദിവസം അയാളെ കോടതിയിൽ വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന്. സാറേ ഇതൊന്ന് കഴിഞ്ഞോട്ട് കാണിച്ചു തരാം. ഇങ്ങനെ എന്തെല്ലാം പറയാമോ? ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആരെല്ലാം ചത്തോ അവരെ എല്ലാം ദിലീപ് കൊന്നെന്ന് ഇവിടെ എത്ര മഹാമാരി നിങ്ങളെ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞു. ശ്രീ ശാന്തിവിള ദിനേശ്, ബാക്കി എന്തും താങ്കൾ വേണമെങ്കിൽ നിശ്ചയിച്ചോളൂ. സൈബർ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ഏട്ടൻ പാവാട ടീമിന്റെ അഴിഞ്ഞാട്ടമൊക്കെ നാട്ടുകാരൊക്കെ കണ്ടതല്ലേ? അതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടല്ലോ. ബാക്കി എന്ത് നിഷേധിച്ചാലും എനിക്ക് ഒരാളിന്റെ പാവാട എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്ന പാവാട എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അതൊന്നും അന്വേഷിച്ചു പോണ ആളല്ല. ആ പാവാടയൊക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു വിധി കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് ശ്രീ ശാന്തിവിള ദിനേശ് കരുതുന്നില്ല. കാക്ക മലന്ന് പറക്കും. കാക്ക മലന്ന് പറക്കുമെന്ന്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ എന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഉറക്കിയിട്ടില്ല. ദിലീപിന് വേണ്ടി അഹോരാത്രം സംസാരിച്ച ചേട്ടൻ, അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പുറത്തു വരുമ്പോൾ എല്ലാ ചാനലിലും ചേട്ടൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഒരു ചാനലിലും ചേട്ടൻ സംസാരിച്ചില്ല, ഒരു യൂട്യൂബ് ചാനലിലും കാണാനില്ല. അപ്പോൾ വിചാരിച്ചു ചേട്ടൻ വെള്ളിയാഴ്ച പറയാനുള്ളതെങ്കിലും ഇത് പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ തിലക് ചേട്ടനെയാണ് കാണിക്കുന്നത്. എന്ത് ചേട്ടാ ഒതുങ്ങിക്കളഞ്ഞേ? ഞാൻ പറഞ്ഞു പറയാനുള്ളതെല്ലാം 118-120 മണിക്കൂറോളം ഞാൻ പറഞ്ഞു. ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്തോ എനിക്കത് പറയാൻ തോന്നുന്നില്ല. കാരണം ഒന്ന്, ഈ വിവരം കെട്ട അല്ലവലാദികളല്ലേ ചർച്ചയ്ക്ക് വിളിക്കണേ. ഇപ്പം തന്നെ എന്നെ ഒരു ചാനലിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഞാനിപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് വരില്ല. അതെന്ത്? ഞാൻ പറഞ്ഞു, ഞാൻ ചിലരുടെ പേരുകൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇതുപോലുള്ള അലവലാദികളല്ലേ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണേ. ഞാൻ എൻ്റെ സമയം കളഞ്ഞ് എൻ്റെ പെട്രോളും അടിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അല്ല വീട്ടിൽ വന്ന് ലൈവ് ചെയ്യാം. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ലൈവ് ചെയ്താലും മറുവശത്തിരിക്കുന്ന ഈ പറഞ്ഞ അലവലാദികളൊക്കെ ആയിരിക്കില്ലേ. അവരല്ല ചേട്ടാ, അവരെ മാറ്റാം. അവരെ ചേട്ടന് വേണ്ടി ഞങ്ങളും അവരെ ഒഴിവാക്കാം, ഈ പറഞ്ഞവരെ. ഞാൻ പിന്നെ ആരെ വിളിക്കും? ഈ പറഞ്ഞവൻ്റെ അച്ഛനാണ് പിന്നെ പറഞ്ഞത്. അതിൻ്റെ 7 അലവലാദികളുടെ പേരാണ് പറഞ്ഞത്, അവരെ വിളിക്കാം ചർച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂസ് 18 അപർണ കുറുപ്പ് എന്നെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം വന്നാൽ മതി. ഞങ്ങളുടെ ആരൊക്കെയാണ് അത്? മറ്റേ SP എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു DSP ഇല്ലേ, അയാളാണ് ഒരു ചർച്ചക്കാരൻ. ഞാൻ പറഞ്ഞ് അയാൾ ദിലീപിനെ 20 വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ, പിന്നെയും നിങ്ങൾ അയാളെ വിശ്വസിച്ചു കൊണ്ടിരുത്തുകയാണ് ചർച്ചയ്ക്ക്. ചേട്ടാ അതൊക്കെ അയാൾ പറയുന്നില്ല. ആലോചിച്ച് ഒരു മടിയില്ലാതെ പറയുകയാണ് നാളെ ഹണിയം വർഗീസ് ദിലീപിനെ ഏറ്റവും കുറഞ്ഞ് 20 വർഷം ശിക്ഷിക്കുമെന്ന്. ഇയാളൊക്കെ പോലീസിൽ യൂണിഫോം ഇട്ടിരുന്ന കാലത്ത് ആലോചിച്ചൊക്കെ എന്തെല്ലാം തെമ്മാടിത്തരം കാണിച്ചിരിക്കുമെന്ന്. യൂണിഫോം ഇട്ടുകൊണ്ട് ഒരുപാട് പ്രാവശ്യം കൂട്ടിക്കയറി നിന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം മനോരമ ചാനലിലെ ചർച്ചയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെ കൂടാൻ പോയതാണ്. ലൈവ് കഴിഞ്ഞപ്പോൾ ഇയാളൊരു ഗ്ലാസ് കൊടുത്തുകൊണ്ടിരുന്നു എന്നെ എറിഞ്ഞിരുന്ന ഈ സത്യത്തിൽ ഈ 8 മാസം ഗർഭിണിയായ വയറൊക്കെ ഉള്ളതാണ്. ഞാൻ എൻ്റെ പകുതി പൊക്കേ ഉള്ളൂ, കുള്ളനാണ്. ഞാൻ ഒരു ചവിട്ട് അടിച്ചു കൊടുത്തന്നെ. പക്ഷേ എൻ്റെ ഈ ക്യാമറാമാനും എല്ലാം കൂടെ കയറി പിടിച്ചു. എനിക്ക് സന്തോഷം എന്താ പറയുക, ഞാൻ പ്രിപ്പയർഡായിട്ട് നിൽക്കുകയാണ്. ഇയാൾ ഗ്ലാസ്സിൽ എന്നെ എറിയുമ്പോൾ, ഗ്ലാസ് എടുത്ത് എന്നെ എറിയുമ്പോൾ ഞാനങ്ങ് മാർക്ക് കൊടുക്കും. മനോരമേരെ ഒരു 4-5 ലക്ഷം രൂപയുള്ള ഒരു ക്യാമറ ലെൻസെല്ലാം കൂടെ പൊട്ടിക്കൊണ്ട് പോകും. അതിന് റെഡിയായിട്ടാണ് ഞാൻ നിന്നത്. എന്നിട്ട് ഞാൻ ഒരു ചവിട്ട് ഓടിച്ചു കൊടുക്കും.
അയ്യോ ഇങ്ങനെയുള്ള കൂതറകളെ വിളിച്ചിരുത്തിയല്ലേ ഇവിടെ ചർച്ചകൾ. പക്ഷെ അവരെ ഈ ചർച്ചയ്ക്ക് പോണവരെ നമ്മൾ കുറ്റം പറയണ്ട. കാരണം അതിനേക്കാൾ എഴുകൊണ്ട അലവലാതി ചാനലുകളല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ ചില ചാനലുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണം കൊടുത്ത് വാങ്ങിയ വിധിയാണ് ദിലീപിന് കിട്ടിയതെന്നാണ് പറയണത്. അതായത് പണം ആർക്ക് കൊടുത്തേ? ഹണിയം വർഗീസിനോ? ഈ കോടതി അലക്ഷ്യത്തിന് ഇവൻ്റെയൊക്കെ പേര് കേസെടുക്കണ്ടേ? അങ്ങനെ ഒരു 5 പേരെ പേരിൽ കേസെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 5 ചാനൽ പൂട്ടിയാൽ ഇവിടെ കുറച്ച് മര്യാദ വന്നെ. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കൊണ്ടു കിടന്നവന്മാരെ ഒരു രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതോടുകൂടി, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഒളിവിപ്പോയതോടുകൂടി മറ്റേ മറുപടികളൊക്കെ നിർത്തിയല്ലോ, എല്ലാവരും മാളത്തിൽ ഒളിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏതെങ്കിലും വൃത്തികെട്ട ഒരു 3-4 ചാനലുകളെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചാൽ മതി, ഈ കാര്യങ്ങളെല്ലാം ക്ലീൻ ആവും. ദിലീപ് കോടതിയിലേക്ക് കടന്നു വന്നപ്പോൾ ജഡ്ജി എണീറ്റ് നിന്ന് തൊഴുതത്രേ. ഞാനിപ്പോൾ പോക്സോ കേസടക്കം ഒരുപാട് കേസുകൾക്ക് ശബ്ദം കൊടുത്ത മഹദി കൊടുത്ത കേസടക്കം, ADGP സന്ധി കൊടുത്ത കേസടക്കം ഒരുപാട് കേസുകൾക്ക് ഞാൻ കോടതി പോകയില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ കോടതിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം. 11 എന്ന് ക്ലോക്കിൽ 11 ആവുമ്പോൾ ജഡ്ജിയുടെ ചേംബറിൽ നിന്ന് ഒരു ബെല്ല് മുഴങ്ങും. അപ്പോൾ ഈ ജഡ്ജിയുടെ അച്ഛനാവാൻ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും അവിടെ വന്നിരിക്കുന്ന വക്കീലന്മാരും പ്രതികളും വാദികളും ഒക്കെ. എന്നാൽ പോലും എല്ലാവരും എണീറ്റ് നിൽക്കും. ആരെയും നോക്കാതെ നിസ്സംഗയായി ജഡ്ജി അവരുടെ ഡയസിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ആരെയും മുഖത്ത് നോക്കിയില്ലെങ്കിലും മുഴുവൻ പേരെയും നോക്കി അവരിങ്ങനെ തൊഴുത് അപ്പം നമ്മളും തൊഴും. അത് കഴിഞ്ഞാൽ അവരിയ്ക്കും. എന്നിട്ടാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. ഏതോ തലയ്ക്ക് വെളിവില്ലാത്തവൻ നോക്കിയപ്പോൾ ഈ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജ് ദിലീപിനെ നോക്കി തൊഴുതു. ഈ നാടിൻ്റെ അവസ്ഥ ആലോചിച്ച്, മലയാളി വിവരമുള്ളവരെന്നാണ് പറയുന്നത്. ഒരു വിവരവും ഇല്ലാത്ത വിവരം കെട്ടവന്മാരാണ് ഇവിടെ ഉള്ളത്, പ്രത്യേകിച്ച് ഈ വാർത്താ ചാനലുകാർ. അച്ഛൻ ക്രൂരനാണെന്ന് മനസ്സിലാകാത്ത മകളാണോ MBBS പാസ്സായതെന്നാണ് ഒരുത്തൻ ചോദിക്കണേ. എടാ, അച്ഛൻ ക്രൂരനല്ല, അച്ഛൻ ഹൃദയാലുവാണ്. അച്ഛനെയും ഒരു പെൺകുട്ടിയും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ കുടുംബജീവിതം തകർന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ എനിക്കെതിരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചവനാണ് ദിലീപ്. ഞാൻ അതാണ് അയാൾക്ക് കൊടുക്കുന്ന ബഹുമാനം. അയാൾ ഈ കാവ്യമാധവൻ എന്ന് പറഞ്ഞ പെൺകുട്ടി കാരണമാണ് അയാളുടെ ദാമ്പത്യ ജീവിതം തകർന്നെന്നൊക്കെ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു. അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു. ഞാൻ നിമിത്തമാണല്ലോ ആ പെൺകുട്ടിയുടെ ബാലതാരമായി ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സിനിമയിൽ വന്ന ആ കുട്ടിയുടെ ജീവിതം തകർന്നല്ലോ എന്ന് കണ്ടപ്പോൾ വേറെ ആരാണെങ്കിലും അത് കേൾക്കില്ല. കാരണം നമ്മൾ വേറൊരു പെണ്ണിനെ കെട്ടും. പക്ഷെ അയാൾ എന്ത് നഷ്ടം വന്നാലും ശരി, കേരളം മുഴുവൻ എന്നെ പെണ്ണുപിടിയെന്ന് വിളിച്ചാലും ശരി, ഞാൻ അവളെ കെട്ടുള്ളൂ എന്ന് കെട്ടിയ മനസ്സുള്ളൊരു തന്നെ. ഞാനതിനെ അയാളെ ബഹുമാനിക്കുന്ന ആളാണ്. ഞങ്ങൾ പറയുന്നതൊന്നും ജഡ്ജ് റെക്കോർഡ് ചെയ്യുന്നില്ല അത്രേ. ജഡ്ജിൻ്റെ റെക്കോർഡ്സിൻ്റെ ജോലിയല്ല, താഴെ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിൽ റെക്കോർഡാവും. പക്ഷെ പറയുന്നത്, ചാനലുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ദിലീപ് ഗൂഢോത്രം ചെയ്തു. ആരാ പറയുന്നതെന്നറിയോ? നടിയെ ഇപ്പം രക്ഷിച്ചെടുത്ത് തരാം, ശിക്ഷ വാങ്ങി കൊടുത്തിട്ട് നിന്നെ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ശമ്പളം വാങ്ങാതെ പോയി ഒരു പെണ്ണുപിള്ളയില്ലേ, അവർ പറയുന്നത് ദിലീപ് ഗൂഢോത്രം ചെയ്തെന്നാണ്. തമിഴിലെ പ്രശസ്ത ഗാനരചയിതാവ് വൈരമുത്തുവിന് ONV അവാർഡ്, ആദ്യത്തെ ONV അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ തലയിൽ കണ്ണട വെച്ചവരെല്ലാം കൂടെ ബഹളമുണ്ടാക്കി. ONV കുറുപ്പ് സാറിൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസുള്ളവന് കൊടുക്കരുത്. പക്ഷേ വേടന് കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ഒരു WCC ആണെങ്കിലേ ഇവിടുത്തെ ഒരു ചാനലും അതിനെതിരെ സംസാരിക്കില്ല. ഒറിജിനൽ മെമ്മറി കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഷൂട്ട് ചെയ്ത ക്യാമറ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ രഹസ്യ ക്യാമറ, ഒളി ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഈ മൊട്ടേറെ ചാനലിലെ തിരുവനന്തപുരത്തുള്ളവർ വായുവോക്കി ചെറുക്കം ചെയ്തില്ലേ. ഞാൻ അവനെ വായുവോക്കി എന്നേ പറയുള്ളൂ. കാരണം കുഴുത്തുരുമ്പും കുന്നായ്മയും ആർക്കിട്ട് പണിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യനാണല്ലോ അവൻ. ഒരു ഗ്രൗണ്ടിൽ ചെന്നിരുന്നിട്ട് മഹാത്മാഗാന്ധിയുടെ ചെറുമോനായ പൾസറിനെയും വിളിച്ചിരുത്തിയിട്ട്, ഇതാ ഞങ്ങളുടെ മൊട്ട ചാനലിൽ ഞങ്ങൾ ഒളിക്യാമറ വെച്ചതാ എല്ലാ രഹസ്യങ്ങളും പുറത്തു വിടുക. മറ്റവൻ ഫയലും ഒക്കെ ആയിട്ടാണ് ആര് പൾസർ ഒളിക്യാമറയിൽ പകർത്താനായിട്ട്. ഇത് ആരെ പറ്റിക്കാൻ? ഇവിടുത്തെ ഏതെങ്കിലും പോലീസോ നിയമപാലകരോ ഹണിയം വർഗീസ് പോലും നിൻ്റെ ഒറിജിനൽ മെമ്മറി കാർഡും നിൻ്റെ ക്യാമറ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അതിങ്ങിത്താ
നിന്നെ വെറുതെ വിടാമെന്നൊരു വാക്ക് ജഡ്ജിക്ക് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ പോലീസുകാർ ചോദിക്കണ്ടേ? പോലീസുകാർ അവൻ്റെ മച്ചമ്പിയായിട്ടല്ലേ കൊണ്ട് കിടക്കണേ. പൾസർ യാത്ര ചെയ്ത വാഹനത്തിൻ്റെ പിന്നാലെ അന്ന് മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. അത് ഓടിച്ചത് അപ്പുണ്ണിയാണ്. അപ്പോൾ അപ്പുണ്ണിയാവുമ്പോൾ ആ കാരണത്ത് ദിലീപ് ഉണ്ടാക്കും. മൊട്ട ഉൾപ്പെടെ, അല്ലെങ്കിൽ മൊട്ടയുടെ ശിഷ്യം പറഞ്ഞതാണ്, അവൻ കണ്ടെത്തിയതാണ്. പൾസർ പോയ കാറിൻ്റെ, പീഡിപ്പിക്കാൻ പോയ കാറിൻ്റെ പുറകെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഇവൻ പീഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ. അപ്പോൾ അതിൽ അപ്പുണ്ണി ഓടിച്ചിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ദിലീപ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ BJP പോയെങ്കിലും മികച്ച IAS IPS കാരനായിരുന്ന TP സെൻകുമാർ സാർ, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഞാൻ പെൻഷനാകുന്നത് വരെ ദിലീപിനെ കൊടുക്കാൻ പറ്റിയ ഒരൊറ്റ തെളിവും കിട്ടിയിരുന്നില്ല, ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. TP സെൻകുമാർ എന്ന് പെൻഷനായോ 3-ാം ദിവസം ദിലീപിനെ പിടിച്ചകത്തിട്ടു. പിന്നെ മറ്റേ മലയാളം വാരികയ്ക്ക് പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തൊരു അബദ്ധത്തിൽ ചാടി. കാരണം ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വരികയും ഇൻ്റർവ്യൂ കട്ട് ചെയ്തിട്ട് അദ്ദേഹം ആ ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിച്ചപ്പോൾ ഇവർ ക്യാമറ ഓഫ് ചെയ്തിരുന്നില്ല, ക്യാമറ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില സെൻറ്റൻസുകളുണ്ടായിരുന്നു, അന്ന് വിവാദമാവാമെന്നാണ്, പക്ഷേ എവിടെയോ വെച്ച് അത് മുക്കിക്കളഞ്ഞു. അദ്ദേഹം നല്ല സർട്ടിഫിക്കറ്റുകൾ അതിൽ 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയാത്ത, എന്നാലൊരു സുഹൃത്ത് വിളിച്ചപ്പം പത്രക്കാരിരിക്കുകയാണെന്ന് നോക്കാതെ പച്ചയ്ക്ക് പുള്ളി പറഞ്ഞത്. എന്നാലും എനിക്ക് TP സെൻകുമാറിൻ്റെ ബഹുമാനമാണ്. കാരണം ഇത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ലേ. കാക്കി ഇട്ടുകൊണ്ട് അദ്ദേഹം തെമ്മാടിത്തരം കാണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ കൈക്കൂലിപ്പാവിയായിരുന്നില്ലല്ലോ. അതുപോലെ എന്തെല്ലാം നൊട്ടോറിയസ് ക്രിമിനൽ പണികൾ ചെയ്യുമോ അതൊന്നും അദ്ദേഹം IPS ഉപയോഗിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ PG സുരേഷ്, അദ്ദേഹം ഒരു ചർച്ചയിൽ 5-6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് വൻ തിരിച്ചടിക്ക് മുതിരുകയാണോ? ആണാണെങ്കിൽ തിരിച്ചടിക്ക് മുതിരണം എന്നാണ് ഞാൻ പറയുന്നത്. ആണും പെണ്ണും കെട്ടതാവുമ്പോൾ മുതിരില്ല, പെണ്ണായാലും മതി. ഞാനിത് കളിയാക്കി പറയല്ല, ആ ഒരു വർഗത്തെ കളിയാക്കി പറയല്ല, ആണത്വം വേണമെന്നേ. എന്നെ 8 വർഷം ക്രൂരമായി പീഡിപ്പിച്ച, ഓരോന്നിനെയും എണ്ണി എണ്ണി പറഞ്ഞ് തിരിച്ചടി നൽകണം എന്നാണ് എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്. മഞ്ജു വാര്യർക്കും B സന്ധ്യയ്ക്കുമെതിരെ നിയമ നടപടി സാധ്യമാകുമോ എന്നാണ് സുരേഷിൻ്റെ അടുത്ത ചോദ്യം. ഉറപ്പാട് സാധ്യമോ? ഞാൻ മഞ്ജുവിൻ്റെ പേര് കേസെടുക്കണമെന്ന് പറയില്ല, എങ്കിൽ പോലും B സന്ധ്യയുടെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാക്കി ഇട്ടുകൊണ്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടിയ ഒരു മഹതിയാണവർ. എന്നിട്ട് പറയുന്നത് സാഹിത്യകാരിയെന്ന്. ഈ സാഹിത്യകാരിക്ക് ഇതുപോലെ ക്രൂവലാവാൻ കഴിയുമോ? സാഡിസം കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഇനി ഒരു കാക്കിയിട്ടവർ ഇതുപോലൊരു തെമ്മാടിത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി ദിലീപ് മിനിമം ഒരു 10 കോടി രൂപയ്ക്ക് അവർക്ക് കേസ് കൊടുത്ത് അവരുടെ പെൻഷൻ തടയാനുള്ള വകുപ്പൊക്കെ നോക്കണം രാമപിള്ള സാറുമായിട്ട് സംസാരിച്ചിട്ട്. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ ഒരു ഗുണ്ടകളെല്ലാം വിടുമെന്ന് തന്നെ തീർക്കാനായിട്ട് അവർക്ക് ആ സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പഠിച്ച കള്ളി എന്നാണ് പറയുന്നത്. അതിജീവിതയ്ക്കൊപ്പം എന്ന് ആണയിട്ടിരുന്ന പൊതുപ്രവർത്തകരും നേതാക്കളും വിധി വന്ന ശേഷം ദിലീപിൻ്റെ പേര് പോലും പറയാൻ ഭയക്കുന്നോ എന്നാണ് സുരേഷിൻ്റെ അടുത്ത ചോദ്യം. അതിജീവിതയെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ, അതിജീവിതയ്ക്കൊപ്പം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ദിലീപിനെ കുരിശിലേറ്റണമെന്ന് പറയുന്നതിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് എതിർപ്പുള്ളൂ. എൻ്റെ പൊന്നു സുരേഷേ, മകനും മകൾക്കും ഒപ്പം എന്ന് പറഞ്ഞ സിനിമാ സംഘടനകൾ മകളെ മറന്ന് മകനെ മാത്രം ചേർത്ത് നിർത്തുകയാണോ? മകള് ഇട്ടെറിഞ്ഞു പോയതാണ് സംഘടനകളെ, മകനെ നിങ്ങളെല്ലാം കൂടെ പുറത്താക്കിയതാണ്. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വരട്ടെ, ആ മീറ്റിങ്ങിൽ എടുക്കുന്ന അജണ്ടയിൽ ഞാൻ പറയുന്നത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അമ്മയും അച്ഛനും ഒക്കെ എന്താവും എന്ന് പറഞ്ഞ ഒരു നായകൻ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അയാളെ ചാടിച്ചതാണ്. മറ്റേ നടി അങ്ങനെയല്ല, നിൻ്റെ ഒന്നും ഒരു പുല്ലിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പോയതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ നിയമയുദ്ധം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നും സുരേഷ് പറയുന്നു. ഉറപ്പായിട്ടും നിയമയുദ്ധം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും അത് പറയുന്നത് ശരിയല്ല എങ്കിലും പറഞ്ഞു, D സിനിമാസ് വിറ്റായിട്ടായാലും ശരി ദിലീപേ ഒറ്റ എണ്ണത്തിനെ വിടരുത്. ഒരു 10-15 എണ്ണത്തിൻ്റെ പേരിൽ 10 കോടി രൂപ വെച്ചങ്ങ് ഫയൽ ചെയ്യണം. 1.5 കോടി രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്താൽ ഇനി ഒരാളിന് ഇതുപോലെ 10-58 ദിവസമൊന്നും അകത്ത് കിടക്കേണ്ടി വരില്ല. സിനിമാ സംഘടനകളുടെ തലപ്പത്തേക്ക്
കരുത്തോടെ മടങ്ങാൻ ദിലീപിന് കഴിയുമോ? 100% കഴിയും. പോണ്ടേന്ന് ദിലീപ് ആലോചിക്കട്ടെ. കാരണം നിഷ്കരണമാണല്ലോ അയാളെ തള്ളിക്കളഞ്ഞത്. ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നറിയാൻ വേണ്ടി പെട്ടെന്ന് നീ ഒരു സംഘടന പുറത്താക്കും മുമ്പേ മറ്റേ ചാടിച്ചു. എന്നിട്ട് ഇപ്പോൾ ബൗദ്ധികമായിട്ടൊക്കെ പറഞ്ഞു കേട്ടു ഞങ്ങളതിനെ പറ്റി ആലോചിക്കുകയാണ് തിരിച്ചെടുക്കാൻ. ഞാൻ പറഞ്ഞത് ദിലീപ് എന്തായാലും നിങ്ങൾ അസിസ്റ്റൻ്റ് ഡയറക്ടറെ കാർഡൊന്നും എടുക്കാൻ ഫെഫ്കയിലേക്ക് പോകരുത്. കാരണം ഫെഫ്കയിൽ നിങ്ങൾക്ക് അങ്ങനത്തും തരാൻ പോയപ്പോൾ ഞാൻ എതിർത്ത ആളാണ്. ഞാൻ പറഞ്ഞു അയാൾ സിനിമ നടനല്ലേ, അയാൾക്ക് എന്തിനാ ഇവിടെ അല്ല നമ്മളുടെ കൂടെ ദിലീപ് ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് അതൊരു ക്രെഡിറ്റാണ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. എന്നിട്ട് അയാളെ പിന്നെ ആലോചിക്കാതെ മത്സരിച്ച് പുറത്താക്കി സംഘടനകളിലൊന്നും പോകരുത് തിരിച്ച് എന്ന് ഞാൻ പറയും. ഞാനൊരു നടന്ന സംഭവം പറയാം. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു ചേരിയുണ്ടല്ലോ, അവിടെ ഒരു വീട്ടു ജോലിക്കാരി നായികയാവുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. തകൃതിയായിട്ട് പെട്ടെന്ന് ഷൂട്ട് നടക്കുക. സമയം വൈകുന്നേരം. ഒരു വില കൂടിയ SUV കാറ് അവിടെ വന്ന് കിടക്കുകയാണ്. ആരെയോ കാത്ത് എന്ന് മനസ്സിലാക്കാം. രാഷ്ട്രീയ എന്താ പറയുക, വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെന്നല്ല പറയണ്ട, തല്ലിപ്പൊളി മോനാണ് ആ കാറിനകത്ത് ആരെയോ കാത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഈ നേതാവ് അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എടുക്കുന്ന സീന് അവനെയും ഒന്നും പറയാൻ ഒക്കില്ല കേട്ടോ, അവനും ഉണ്ടെന്ന് പറയുന്നു ഗുണ്ടകൾ. ഇത് ഗുണ്ടകളില്ലാത്തവരില്ല കേട്ടോ, ഇപ്പോൾ എല്ലാം ഗുണ്ടകളെയും കൊണ്ടാണ് നടക്കണേ. എടുക്കുന്ന സീൻ വേഗം തീർക്കാൻ നായിക ധൃതി കൂട്ടുകയാണ്. സമയം സന്ധ്യയോടടുക്കുന്നു. മേക്കപ്പ് അഴിച്ച് നായിക ഓടി വന്ന് ഈ കാറിൽ കയറി. കാറ് ശരവേഗത്തിൽ ഓടിപ്പോയി. രാഷ്ട്രീയ നേതാവ് അവൻ്റെ തന്ത മകൻ്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. കാറെത്തിയപ്പോൾ ആരാധനയോടെ നേതാവിൻ്റെ ഭാര്യയും മരുമകളും കൊച്ചു കുട്ടികളും എല്ലാം കൂടെ ഇറങ്ങിച്ചെന്ന് നടിയെ സ്വീകരിച്ച് ആനയിച്ച് നേതാവിൻ്റെ എത്തിച്ചു. കുശലങ്ങൾ, സെൽഫി എടുപ്പ്, കുടിക്കാൻ ഡ്രിങ്ക്സ് എല്ലാം കൊടുത്തു. എല്ലാവരും അവരവരുടെ വഴിയെ പോയി. നേതാവും നായികയും മാത്രമായി. നല്ല അഭിനയിക്കുന്ന നടിയാണല്ലോ. അതിൻ്റെ 5 ഇരട്ടി അഭിനയം, ഭാവപ്രകടനങ്ങൾ നടി പുറത്തെടുത്തു നേതാവിൻ്റെ മുമ്പ്. ഒരു നായകനെ നിഗ്രഹിക്കാൻ ശബ്ദം എടുത്തിരിക്കുന്ന നായികയ്ക്ക് രാഷ്ട്രീയ നേതാവിൻ്റെ മകനെ കൂട്ടാനായത്. യവന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കോടികളുടെ കച്ചവടമുണ്ട്. നായിക നിഗ്രഹിക്കാൻ നടക്കുന്ന നായകനും ഈ ബിസിനസ്സുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുണ്ട്. വല്ല കാര്യമുണ്ടോ? സിനിമയിൽ അഭിനയിച്ച പൈസ കൊണ്ടൊന്ന് റിയൽ എസ്റ്റേറ്റിലൊക്കെ പോയി ശത്രുക്കളെ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എന്ന ലേബലിൽ ഈ മകൻ ഒരു സ്ഥലം പോയി കണ്ടു. 5.5 കോടി രൂപ ആ വസ്തുവിന് വില പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഏതോ ബ്രോക്കർ പറഞ്ഞിട്ട് ഈ നായക നടൻ അത് 7 കോടി രൂപയ്ക്ക് വില പറഞ്ഞ് വാങ്ങിച്ചു. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ 15 കോടി രൂപയ്ക്ക് ആ വസ്തു വിറ്റു. 7 കോടിക്ക് വാങ്ങിച്ചിട്ട് 15 കോടിക്ക് വിറ്റു. അപ്പോൾ 8 കോടി ലാഭം. വിടുവോ രാഷ്ട്രീയ മോൻ? ഇവനെ തീർത്താൽ കാര്യങ്ങൾ സുഗമമാവും. അതാണ് ഈ അവസരത്തിന് ഈ രാഷ്ട്രീയക്കാരൻ്റെ മകൻ കൈകൊടുത്തത്. ഞാൻ തീർത്തരാവനെ. സകലമാന തരികിടകളും കൈവശമുള്ള ഒരു കാക്കിധാരി പെണ്ണുമ്പിള്ള നേതാവിൻ്റെയും മോൻ്റെയും ഇതുപോലെ തരികിട കളിച്ച് കിടക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ്. നേതാവ് അവളെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ഏറ്റു നേതാവേ എന്നായിരുന്നു മറുപടി. പിറ്റേന്ന് ഇയാൾ അമ്പലത്തിൽ ഭയങ്കര വിശ്വാസിയാണല്ലേ ദിലീപ്. അയാൾ അമ്പലത്തിൽ ശത്രു സംഹാരം എന്തോ ഉള്ള പൂജയൊക്കെ ചെയ്തിട്ട് പാളയങ്കടം കുറിയൊക്കെ അടിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വരുന്നു. നിങ്ങൾ ഞങ്ങളുടെ മാഡത്തിന് കൊടുത്ത ഒരു ഭീഷണി പരാതിയില്ലേ? ഉണ്ട്. ജയിലിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചെറുമോനില്ലേ പൾസർ സുനി, അവനൊരു കത്തയച്ചു. നല്ല വടികത്ത് തറാന്ന് എഴുതിയാൽ കൊറാന്നാവണ അവൻ ഒരു കത്തയച്ചു വിശദമായിട്ട്. അതിൽ അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ 1.5 കോടി തന്നില്ലെങ്കിൽ ദിലീപേട്ട ഞാൻ 2 കോടിക്ക് തരാൻ വേറെ ആളുണ്ട്, ഞാൻ അവർക്ക് കൊടുത്തിട്ട് നിങ്ങളെ പേര് പറയും. അതുപോലെ തന്നെ ജയിലിൽ അവൻ എല്ലാ സുഖസൗകര്യമുണ്ട്. ഇവൻ കൊടിസുനീരിയും മുകളിലാണ് തോന്നുന്നു. ഇവൻ അവൻ്റെ അവിടെ ജയിലിൽ നിന്ന് കിട്ടിയ മൊബൈലിൽ ദിലീപിനെ വിളിച്ചു. എടുക്കുന്നില്ല. പരിചയമില്ലാത്ത നമ്പറായിട്ടായിരിക്കും എടുക്കാത്തത്. അപ്പോൾ ഇവൻ നാദിർഷയെ വിളിച്ചു.
നാദിർഷയോട് പറഞ്ഞു, ദിലീപേട്ടൻ്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ച് പറയണം എനിക്കൊരു 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ ഞാൻ 2 കോടി രൂപയ്ക്ക് വേറൊരാളുമായിട്ട് കച്ചവടം ഉറപ്പിച്ചാൽ ഞാൻ ദിലീപിൻ്റെ പേര് പറയും. നീ പറ, ഞാൻ തുറന്നു പറഞ്ഞു. ഫോൺ വെച്ച് നാദിർ ഷാ ദിലീപിനോട് പറഞ്ഞു. ദിലീപ് അന്നത്തെ DGP ആയ ലോക്നാഥ് ബെഹ്റയെ അറിയിച്ചു. എടുത്ത വയലിൽ അദ്ദേഹം ചോദിച്ചു, റെക്കോർഡ് ചെയ്തോ അത്? ഇല്ല സർ. അവൻ ഇനിയും വിളിക്കും, അതാണ് പോലീസ് ബുദ്ധി, അവൻ ഇനിയും വിളിക്കും, നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. അപ്പോഴെങ്കിലും ഈ ദിലീപ് ചോദിക്കണ്ടേ, സാറേ ഈ ജയിലിൽ നിന്ന് എങ്ങനെ സാറേ ഇയാൾ വിളിക്കണേ മൊബൈലിൽ എന്ന് ചോദിക്കണ്ടേ? ചോദിച്ചില്ല. പിറ്റേ ദിവസം വിളിച്ചു. നാദിർ ഷാ റെക്കോർഡ് ചെയ്തു. ആ സാധനം നമ്മുടെ തുടരുമൊക്കെ ചെയ്ത നിർമ്മാതാവ് രഞ്ജിത്ത് മുഖാന്തരം DGP ഏൽപ്പിച്ചു. ഈ സമയം വരെ ആ ഫോൺ കോൾ എങ്ങനെ വന്നു, ആര് മൊബൈൽ കൊടുത്തിട്ട് 1.5 കോടി ദിലീപ് കൊടുത്തില്ലെങ്കിൽ 2 കോടി തരാൻ ആരുണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ അത് ഉടൻ തന്നെ ഒരു പരാതി എഴുതി ഈ കേസ് അന്വേഷിക്കുന്ന മാഡത്തിന് കൊടുത്തു. അപ്പോഴാണ് അവിടുത്തെ ഒരു പോലീസുകാരൻ വിളിക്കുന്നത്, നിങ്ങളൊരു പരാതി കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അതിൽ ഞങ്ങളുടെ മാഡത്തിന് ചില സംശയങ്ങളുണ്ട്, ഒന്ന് ഇവിടം വരെ വരാമോ? മാഡം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് വേറൊരു തരികിട കേസ് പരിഹരിക്കാൻ തലസ്ഥാനത്തേക്ക് പോവുകയാണ്, തരികിടലെല്ലാം മാഡം കയറിയാക്കും. അപ്പോൾ ഇപ്പോൾ വരാം എന്നായി നായകൻ. കുറിയെല്ലാം വരച്ച് അമ്പലത്തിലെ പ്രസാദവും വാങ്ങി നായകൻ ഓടി മാഡത്തെ തിരക്കിപ്പോയി. ഇപ്പം ശരിയാക്കി തരും മാഡം എന്ന് ഈ പാവം ചിന്തിച്ചു. മാസശമ്പളം കൊടുക്കുന്ന ഒരു സ്വന്തമായ വക്കീലുണ്ട്, പേഴ്സണൽ വക്കീലുണ്ട് നായകന്. അദ്ദേഹത്തോട് പോലും ഒരു സജഷൻ, അല്ലെങ്കിൽ വക്കീലെ ഒന്ന് അവിടേക്ക് വരുമോ, പോലീസിൻ്റെ ആസ്ഥാനത്തേക്ക് വരുമോ, ഇങ്ങനെ വിളിച്ചേക്കാണെന്ന് പറയുക പോലും ചെയ്യാതെ പാവം ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് കയറി ചെന്ന് കൊടുത്തു. പിടിച്ചകത്തിട്ട് 84 ദിവസം അഴിയെണ്ണി. ഇപ്പോൾ BJP-കാരിയാണെങ്കിലും DGP ആയിരുന്ന IPS-കാരി ഷീലേഖ ജയിൽ ചുമതലയുടെ ആളായിരുന്നു. ഈ നായകൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ അവരുടെ എന്താ പറയുക കൈപുണ്യം കൊണ്ടാണെന്ന് പറയാം. അവർ കൂടപ്പിറപ്പിനെ പോലെ പരിഗണിച്ചു. മറ്റേ കക്ഷി ആയിരുന്നുവെങ്കിൽ, കാക്കിയിട്ടുണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന കക്ഷിയായിരുന്നു, ഇപ്പം ദിലീപിൻ്റെ തേങ്ങ അടക്കാമായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. തലസ്ഥാനത്തേക്ക് പോകാനായി ഈ അന്വേഷണ വീരവനിത ഇരിക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് മംഗളം TV ആണ് എയർപോർട്ടിലെ VIP ലോഞ്ചിൽ വച്ചിരിക്കുന്നത്, ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കള്ളപ്രമാണം ചെയ്ത കേസ് സ്വന്തമാക്കിയ ഇവിടെ ഒരു ഗംഗേശാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിക്ക് ലിംഗം പോയല്ലോ, അദ്ദേഹത്തെ വർഷങ്ങളോളം ദ്രോഹിച്ച, കാക്കിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്ന ഭവതി വാർത്ത കേട്ടോണ്ടിരിക്കുക. നടിയെ ആക്രമിച്ച കേസിൽ നിയമപാലകരുടെ അനാസ്ഥയെപ്പറ്റിയാണ് അന്നത്തെ ചർച്ച. കൂടെ വന്ന CAയോട് എടുക്കണോ യവന്മാരുടെ പേരിലൊരു കേസ് എന്ന് പറഞ്ഞു. ഏത് വകുപ്പിലെടുക്കണം എന്ന് ചോദിച്ചു. ഏതെങ്കിലും വകുപ്പിലെടുക്കണമെന്ന് പറഞ്ഞു. പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ കൈകടത്തി എന്ന പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തു. ഞാനടക്കം അങ്കമാലി കോടതിയിൽ കയറി ഇറങ്ങുന്നു. ലിംഗം പോയ സ്വാമി E.K. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പരാതി കൊടുത്തു ഈ മഹിളാ രത്നത്തെക്കുറിച്ച്. വായിച്ച് നോക്കുന്നതിനിടയിൽ നയനാർ പറഞ്ഞ കമൻറ്റ് വളരെ തല്ലിപ്പൊളിയാ, കളിക്കുന്നത് സൂക്ഷിച്ചോണം, അനക്ക് പണി വരും എന്നാണ് പറഞ്ഞത്. ഇവർ അന്വേഷിച്ച കേസല്ല, തരികിടകൾ നടന്നിട്ടുണ്ട് എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലം അടക്കമുള്ള കാര്യം പറഞ്ഞാൽ തന്നെ NSS സുകുമാരൻ നായരോ ഇവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ സംഗീത് കുമാറോ ഇവർക്കെതിരെ ചെറുവിരൽ അനക്കില്ല. കാരണം എല്ലാവർക്കും ഇവരെ പേടിയാണ്, ഏതിലെങ്കിലുമൊക്കെ പെടുത്തുമെന്ന്. ഇപ്പം തന്നെ കണ്ടില്ലേ, നടിയെ ആക്രമിച്ച കേസ് വിധി പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പെൻഷനായി എന്ന ബോധം പോലും ഇല്ലാതെ ഈ മാഡം പറയാണ്, ഇനിയും കോടതികളുണ്ടല്ലോ, നമുക്ക് നോക്കാം, ആ കോടതികളിൽ ഞാൻ പോകാം, തരികിടകൾ കളിക്കാം, അതിനെ പോലീസിനെ കൂട്ടുപിടിക്കാം, മുഖ്യമന്ത്രി യെസ് എന്ന് പറയുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവരുടെ ധൈര്യം. അല്ലെങ്കിൽ ഇങ്ങനെ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറ്റിക്കാമോ? അങ്ങനെ ചിലപ്പോൾ പറയും പറ്റിച്ചിട്ടില്ല, ഇതൊക്കെ ആര് പറഞ്ഞ അനാവശ്യമാണെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. നടിയുടെ ഒരു ഗോഡ് ഫാദർമാരിൽ ഒരാളുണ്ടല്ലോ, ലിബർട്ടി ബഷീർ,
മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽ പിറന്നാണ്. അദ്ദേഹം പറയുന്നത് ഈ സ്ത്രീയെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥയെ നടി വിശ്വസിച്ചതാണ് കേസ് പൊളിയാൻ കാരണം എന്നാണ്. സുപ്രീം കോടതിയിൽ വാദിക്കുന്ന വക്കീലന്മാരെ ഞാൻ ശമ്പളം കൊടുത്ത് കൊണ്ടുവരാമെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടും നായിക കേട്ടില്ല. എനിക്ക് മാഡം ഉണ്ടല്ലോ എന്ന് നായിക പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയിൽ മുഗൾ റോത്തക്കിയാണ് ദിലീപ് വച്ചിരിക്കുന്നത്. മുഗൾ റോത്തക്കി പോലൊരു വക്കീലിനെയൊക്കെ ഡൽഹിയിൽ നിന്ന് ഇറക്കണമെങ്കിൽ കോടികൾ ചിലവാകും. ആ കോടികൾ ഞാൻ മുടക്കാമെന്ന് പറഞ്ഞു ശുദ്ധാത്മാവായ ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുമ്പോലെ ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബർട്ടി ബഷീർ ഈ കോടികൾ ചിലവാക്കാം, ദിലീപിനെ തീർക്കാനായിട്ട് ഞാൻ ചിലവാക്കാമെന്ന് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അപ്പം ദിലീപിനെതിരെ ആളുണ്ടോ ഇല്ലയെന്ന്. എന്നിട്ടും അവർ കേട്ടില്ല, എനിക്ക് മാഡമാണ് ശരി എന്ന് നായിക പറഞ്ഞു കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദാരുണമായ, ഞെട്ടിക്കുന്ന, കേട്ടുകേഴ്വിയില്ലാത്ത ഒരു മാനഭംഗം ഒരു നടിക്ക് കൊച്ചി പോലുള്ള മെട്രോ നഗരത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് ആദ്യമായി ടി വിയിൽ പറയുന്നത് ലബി സുരേന്ദ്രനാണ്. വെളുപ്പാങ്കാലത്ത് ആ വാർത്ത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഞെട്ടി. അവിടെ നിന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ജീവൻ നിലനിർത്താനായത്, പഴയ റിപ്പോർട്ടറിൻ്റെ. അപ്പോൾ നമുക്ക് തന്നെ അതിശയം. അന്ന് നായികയുടെ പേരൊക്കെ ചാനലിൽ പറയുമായിരുന്നു. ഇപ്പോൾ വിധിയൊക്കെ വന്ന ശേഷം ഇനി നായികയുടെ പേര് പറയാമെന്ന് എനിക്കറിയുന്നുണ്ട്. ഇപ്പോൾ പലരും പേര് പറയുന്നുണ്ട്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് ഈ സംഭവം നടന്നത്. വൈകുന്നേരം 4:30 മണിക്ക് തൃശ്ശൂരിലെ നടിയുടെ വീട്ടിൽ KL 39F 5744 എന്ന SUV കാർ എറണാകുളത്ത് നിന്ന് എത്തുന്നു. 4:30 മണിക്ക്. ഈ കാർ ആരുടേതാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ എൻ്റെ വാഗോണ്ട് പറയില്ല. ആ കാർ 7:45 വരെ നടിയുടെ വീട്ടിലിട്ടിട്ട് കൊച്ചിയിലേക്ക് നടിയെയും കൊണ്ട് തിരിക്കുന്നു. അപ്പോൾ നടി പ്രത്യേകം പറയുന്നുണ്ട് പതുക്കെ പോയാൽ മതിയെന്ന്. ഈ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണിയാണ് കാർ ഓടിച്ചിരുന്നത്. പാവം ഇന്ന് ശിക്ഷ വിധിക്ക് മുമ്പ് പട്ടി കരയുമ്പോൾ പോലെ കോടതിക്കുള്ളിൽ നിന്ന് കരയുന്ന ആ പയ്യൻ മാത്രം. ഞാൻ നിരപരാധിയാണ്, എന്നെ ചതിച്ചതാണ്, ഞാൻ ഇതുവരെയും ഒരു കേസിലും പെട്ടിട്ടില്ല, എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ പറഞ്ഞാൽ ആ പയ്യൻ കരയുന്നുണ്ടപ്പോൾ കഷ്ടം തോന്നി. വേറെ ആരും ആ കാറിലില്ല. ക്രൂരമായ ലക്ഷ്യത്തോടെ മാർട്ടിൻ കാർ ഓടിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പൾസർ സുനിയുമായി എല്ലാം നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഫെബ്രുവരി 11 ഒരു വാടക വീട്ടിലാണ് അതിൻ്റെ ഗൂഢാലോചനകൾ നടന്നത് എന്നും അതിലൊന്നാം പ്രതി പൾസർ സുനി, രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണി, മൂന്നാം പ്രതി B മണികണ്ഠൻ, നാലാം പ്രതി VP വിജീഷ് എന്നിവർ പങ്കാളികളായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവ ദിവസം 17-ാം തീയതി മാർട്ടിൻ പൾസറുമായി എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടുവെന്നും FIR പറയുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന് അതിക്രമം ചെയ്യാമെന്ന് നിശ്ചയിച്ചതത്രേ. 17-ാം തീയതി പകൽ സ്റ്റുഡിയോയിൽ വെച്ച് കാണുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ആക്രമിക്കപ്പെട്ട നടിയെ കൂട്ടാൻ തൃശ്ശൂർക്ക് പോകും, അവർ എന്നെ വെയിറ്റ് ചെയ്യിച്ച് 7:45 പുറപ്പെടും എന്നൊക്കെ മുൻകൂട്ടി ഈ ഡ്രൈവർ മാർട്ടിൻ എങ്ങനെ നേരത്തെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാരണം കഥയിൽ ചോദ്യമില്ല. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം പൾസറിനായിരുന്നത്രേ. അയാളെ നിയന്ത്രിച്ചത് ആരാണെന്ന് ഇപ്പോഴും ദുരൂഹമാണത്രേ പോലീസിന്. താൻ അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷൻ ഗാനം റെക്കോർഡ് ചെയ്ത ശേഷമായിരുന്നത്രേ എറണാകുളത്തേക്കുള്ള യാത്രയിൽ രാത്രി നടി കാറിൽ കയറിയത്. തൃശ്ശൂരിലും ചാലക്കുടിയിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുണ്ട്. അതിനേക്കാൾ മികച്ച സ്റ്റുഡിയോകൾ കൊച്ചിയിലുണ്ട്. രാത്രി ഒറ്റയ്ക്ക് അപരിചിതനായ ഒരു ഡ്രൈവറോടൊപ്പം രാത്രിയായ ശേഷം വേണമെങ്കിൽ 4:30 പുറപ്പെട്ടാൽ 6 മണിക്ക് മുമ്പ് എത്താമായിരുന്നു. പക്ഷേ ഇത് രാത്രി പുറപ്പെട്ടത് എന്തിനാകാം എന്ന് ആരും ചോദിക്കുന്നില്ല. കാരണം കഥയിൽ ചോദ്യമില്ല. ഡബ്ബിങ്ങിന് എന്നാണ് ഭാഷ്യം. രാത്രി ഏത് സിനിമയ്ക്കാണ് ഡബ്ബിങ് ഇപ്പോൾ നടത്തുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങേറ്റം പേൽ 6 മണിക്കുള്ളിൽ ഡബ്ബിങ് എല്ലാം നിർത്തും. പക്ഷേ കഥയിൽ ചോദ്യം പാടില്ലല്ലോ. എനിക്കിന്നലെ അമേരിക്കയിൽ നിന്നും മലയാളത്തിലെ ഒരു സംവിധായകൻ നല്ല 4K റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തന്നു. അമേരിക്കയിലെ ഓൺലൈൻ പത്രങ്ങളിലൊക്കെ എഴുതുന്ന ഒരു മലയാളി നാട്ടിൽ വന്നപ്പോൾ ഷൂട്ട് ചെയ്ത ഒരു 9 മിനിറ്റുള്ള ക്ലിപ്പിങ്സാണ് എനിക്ക് അയച്ചു തന്നത്. 20 മിനിറ്റ് മൊത്തം ദൈർഘ്യമുണ്ട് ആ ക്ലിപ്പിങ്സിന്. അതിൽ പ്രധാനപ്പെട്ട ക്രീമായ 9 മിനിറ്റാണ് എനിക്ക് അയച്ചു തന്നത്. രണ്ടാം പ്രതി മാർട്ടിൻ എന്ന ചെറുപ്പക്കാരനുമായി നടത്തിയ അഭിമുഖമാണത്. ആ 9 മിനിറ്റ് കണ്ടപ്പോൾ
ഒരുപാട് വല്ലായ്മ തോന്നി എനിക്ക്. എന്നെ അതിശയിപ്പിച്ചത് രണ്ടാം പ്രതിയായ മാർട്ടിന് ഒരു നല്ല യുവ നായകനാകാനുള്ള, സിനിമയിലാകാനുള്ള ആകാര സൗഷ്ഠവമുണ്ട്. നല്ല സുന്ദരനായ പയ്യനാണ്. ഞാൻ ആദ്യമായാണ് ഒരു കേസിൽ പ്രതിയാകുന്നത് എന്നൊക്കെ അയാൾ അതിൽ പറയുന്നുണ്ട്. എറണാകുളത്ത് നിന്നും തൃശ്ശൂർക്ക് പോകുമ്പോൾ നടിയുടെ അമ്മയുടെ നമ്പറാണ് ബന്ധപ്പെടാനായി സ്റ്റുഡിയോയിൽ നിന്നും നൽകിയത്. പാലിയേക്കര ടോൾ കഴിഞ്ഞ ശേഷം നടിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നത്രേ. വീട്ടിൽ ചെന്ന് വീട്ടിനകത്തേക്ക് ചെന്നപ്പോൾ കാർ ഷെഡിൽ കയറ്റിയിട്ടിട്ട് കാർ ഷെഡിൽ കയറ്റിയിട്ടിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത്രേ. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ഈ പയ്യന് കൊടുത്തിരുന്നു മാർട്ടിന്. നിൻ്റെ ഫോൺ ചിലപ്പോൾ നടി ചോദിക്കും, എങ്കിൽ അവർക്കത് കൊടുക്കണം എന്നതായിരുന്നു ആദ്യ നിർദ്ദേശം. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും നീ ചെയ്തു കൊടുക്കണം. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. ഒരു വലിയ നടിക്ക് എൻ്റെ ഫോൺ കൊടുക്കണമെന്ന നിർദ്ദേശം മാർട്ടിനും ഒരുപാട് സന്തോഷം പകർന്നു. എൻ്റെ ഫോണായിരിക്കുമല്ലോ ഇനി നടി ഉപയോഗിക്കണേ, എറണാകുളം എത്തുമ്പോൾ വരെ എൻ്റെ ഫോൺ ഒരു നടി അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷം അവന്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ തൻ്റെ ഫോൺ എനിക്ക് തരണമെന്ന് പറഞ്ഞു വിട്ടില്ലേ എന്ന് നടി ചോദിച്ചു. പറഞ്ഞിരുന്നു. ഇതാ ഫോൺ കൊടുത്തു. ഫോൺ കൈമാറി. അതിനുശേഷം ആ ഫോൺ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളിന് മടക്കി കിട്ടിയിട്ടില്ല. എറണാകുളത്തേക്ക് 7:45 പുറപ്പെടുന്നുള്ളതുകൊണ്ട് കാർ ഷെഡ് കയറ്റി ഇട് എന്ന് പറഞ്ഞു. അവൻ കയറ്റി ഇട്ടു. 7:45 പുറപ്പെട്ടു. അത്താണി നെടുമ്പാശ്ശേരി ജംഗ്ഷനിലെ സിഗ്നലെത്തുമ്പോൾ എന്നോട് പറയണേ എന്ന് നടി ആവശ്യപ്പെട്ടിരുന്നത്രേ. അവിടെ എൻ്റെ ചില ഫ്രണ്ട്സുകളുണ്ടാവും, അവരെ എനിക്കൊന്ന് കാണണം. പറഞ്ഞ പോലെ 2 വണ്ടികളും ചിലരും അവിടെ കാത്തു നിന്നിരുന്നു. ഈ കാറിലിരിക്കുന്ന ബാഗ്, നടി ഇരിക്കുന്ന കാറിലെ ബാഗ് എടുത്ത് അവിടെ കിടന്ന ഒരു വണ്ടിയിൽ വയ്ക്കാൻ നടി പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. അവിടെ നിന്നിരുന്നവരിൽ നിന്ന് 2 പേർ കൂടി കാറിൽ കയറി കൊച്ചിയിലേക്ക്. കയറിയവരുടെ പേരുകൾ മാർട്ടി പറയുന്നുണ്ട് വീഡിയോയിൽ, പക്ഷേ ഞാൻ പറയില്ല. ഇടപ്പള്ളി എത്തുമ്പോൾ വൈറ്റിലേക്ക് പോകുന്ന വഴി തിരിച്ചുവിടാൻ പറഞ്ഞു കാറിലുള്ളവർ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരാളവിടെ നിൽപ്പുണ്ട്. അയാളുടെ അടുത്ത് നിർത്താൻ നടി തന്നെ ഓർഡർ ഇട്ടു. മുഖത്ത് ടവൽ കൊണ്ട് മൂക്കിൻ്റെ അവിടെ മുതൽ താഴേക്ക് കെട്ടിയ ഒരാളാണ് അവിടെ നിൽക്കുന്നത്. അയാൾ ആരാണ് എന്ന് മനസ്സിലായത് കേസാവുകയും അയാൾ 1-ാം പ്രതി ആയപ്പോഴുമാണ്. പാലാരിവട്ടം പൈപ്പ് ലൈനിൻ്റെ അടുത്താണ് അവിടെ നിന്നാണ് അയാൾ കയറിയത്. അത് വ്യക്തമായി ഈ പയ്യൻ പറയുന്നുണ്ട്. അയാളുടെ പേരാണ് പൾസർ. അവിടുന്ന് എന്താ പറയുക, ഈ പാലാരിവട്ടത്തെ പൈപ്പ് ലൈനിൻ്റെ അവിടെ എത്തിയപ്പോൾ കാർ നിന്നു. അവിടുന്ന് മാർട്ടിനെ ഇറക്കി പിറകെ വന്ന ഒരു വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അതിൽ നീ റെസ്റ്റ് എടുത്തോ, ഇനി ഞങ്ങൾ ഈ കാർ ഓടിച്ച് പോയിക്കോളാം, പുറകെ വന്നാൽ മതി. ഞാനതിൽ കയറി. അതൊരു ട്രാവലർ വാനായിരുന്നു. വണ്ടികൾ പല വഴിക്ക് കറങ്ങി. ഡ്രൈവർ മാർട്ടിന് മാത്രമേ ആ ട്രാവലറിലുള്ളൂ. 10-18 പേർക്ക് യാത്രയാവുന്ന ട്രാവലറിൽ 2 പേരേ ഉള്ളൂ. കാക്കനാടിനടുത്ത് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ വണ്ടി നിന്നു. അവിടെ മാർട്ടിനെ ഇറക്കി. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ കാറുണ്ടല്ലോ അതിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ മാർട്ടിൻ വീണ്ടും ഡ്രൈവറുടെ സീറ്റിൽ കയറി. വണ്ടി പാലാരിവട്ടത്തേക്ക് വിട്ടു. നടിയടക്കം കാറിലപ്പോൾ 4 പേർ സംഘം പൊട്ടിച്ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ച രീതിയിലായിരുന്നില്ല 4 പേര്. അരുതാത്ത വല്ലതും സംഭവിച്ചതായി എനിക്ക് തോന്നിയിരുന്നുവെങ്കിൽ അവർ പറയാതെ തന്നെ ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഓടിച്ച് കയറ്റിയനെ എന്നാണ് മാർട്ടിൻ പറയുന്നത്. കാറിൽ നിന്നും ഇറങ്ങാൻ നേരം പൾസർ ചോദിച്ചു അത്രേ, ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവുമോ? അവൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്നായിരുന്നു നടിയുടെ മറുപടി. എന്തിനാവും ഇതൊക്കെ നടന്നതെന്ന് മാർട്ടിൻ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. ഒരു നടനെ തകർക്കാനായിരുന്നു എന്ന് ഉറപ്പാണ്. അവരുടെ വർത്തമാനങ്ങളിലും പെരുമാറ്റത്തിലും എനിക്കതാണ് തോന്നിയത്. രാഷ്ട്രീയത്തിലെയും പോലീസിലെയും ഉന്നതർ ആ വർത്തമാനത്തിനിടയിൽ കടന്നു വന്നു. വർത്തമാനത്തിൽ പേരുകൾ, പിന്നെ 5 സിനിമാക്കാർ, എനിക്കറിയാത്ത പലരും.
എല്ലാവർക്കും ഈ നടനെ തീർക്കണം. ആ ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതം തന്നെ തുലാസിലാണ് എന്നും ഈ യുവാവ് പറയുന്നു. ജയിലിൽ കിടന്നപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. നിൻ്റെ ഒപ്പം എൻ്റെ ആളുകൾ എന്നും ഉണ്ടാവും. നിൻ്റെ ചുണ്ടനങ്ങിയാൽ ഞാൻ അറിയും. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരെ തീർക്കുമെന്ന് പറഞ്ഞത്രേ. അപ്പം നിങ്ങൾ ചോദിക്കും അത് ആര് പറഞ്ഞെന്ന്. ഞാൻ പറയില്ല, എൻ്റെ വാഗുകൊണ്ട് അത് പറയാൻ കൊള്ളില്ല. ആ പറഞ്ഞ ആളിൻ്റെ പേര് ഞാൻ പറയില്ല. ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഈ പറയുന്ന മാർട്ടിൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് 4-5 പേർ കയറിയ ഒരു കാർ വന്നു നിന്നു ഒരു രാത്രി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അയൽവക്കക്കാരോടൊക്കെ ഈ ചെറുപ്പക്കാരെ പറഞ്ഞിരുന്നിരിക്കാം. അവർ കാറിനെ തടഞ്ഞു. ഇവിടെ ഒരു വാടക വീട് ഞങ്ങളുടെ പരിചയക്കാർ താമസമുണ്ട്, വീട് മാറി വന്ന് നിർത്തിയതാണ് എന്ന് ഒഴിവൊഴിവൊക്കെ പറഞ്ഞിട്ട് കാറ് തപ്പി. പി.ടി. തോമസ് MLA വരുമ്പോൾ എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അല്ലാതെ പി.ടി. തോമസ് വന്ന ശേഷം വിളിച്ചു പറഞ്ഞല്ല എന്നെ പോലീസ് കൊണ്ടുപോയത്. 1-ാം പ്രതി ജയിലിനകത്ത് അർമാദിക്കായിരുന്നു എന്നാണ് മാർട്ടിൻ പറയുന്നത്. അവൻ ആരെയും ഒട്ടും പേടിയില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പറയുന്ന നടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കണക്ക് ചെയ്തതാകണം. ഉറപ്പായും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നവൻ പറയുന്നു. നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയും, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ നാട്ടിലെ ഇത്തരം ഓരോ സംഭവങ്ങളും നമ്മൾക്ക് ചിന്തിക്കാനാവാത്ത തലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനാണെങ്കിൽ സകല പേരെയും വെറുപ്പിച്ച് സംസാരിക്കുന്ന ആളാണല്ലോ. അതിപ്പോൾ എൻ്റെ പാർട്ടിയുടെ നേതാവായ പിണറായിയെ പോലും ഞാൻ വിമർശിക്കുന്നു, സജി ചെറിയാനെ വിമർശിക്കുന്നു, സിനിമയിലുള്ള സകലമാന പേരെയും വെറുപ്പിക്കുന്നു. എൻ്റെയൊക്കെ ജീവിതം ആരുടെയോ ഒക്കെ ഔദാര്യമാണെന്ന് ഈ മാർട്ടിൻ്റെ ആ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം എല്ലാം വമ്പന്മാരല്ലേ, ലക്ഷങ്ങളും കോടികളും കയ്യിലുള്ള അധികാരം കയ്യിലുള്ള വമ്പന്മാരോടല്ലേ നമ്മൾ ഏറ്റുമുട്ടണേ.